ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഒടുവിൽ യമുന നിവിൻ വാങ്ങിച്ചു കൊടുത്ത ആ സാരിയൊക്കെ എടുത്തിട്ട് കാവേരിയുടെ കയ്യിൽ നിന്ന് സ്കൂട്ടിയുടെ ചാവിയും വാങ്ങിച്ചങ്ങ് കോളേജിലേക്ക് പോവാണ്. ഈ സമയത്ത് അവിടെ വിശാലും കൂട്ടുകാരും ഇരിക്കുന്നുണ്ടാവും. അവന്മാരാണെങ്കിൽ മദ്യവും മയക്കുമരുന്നൊക്കെ അടിച്ച് ഫുൾ ഇങ്ങനെ കറങ്ങിയിരിക്കുകയാണ്. ആ സമയത്താണ് യമുന വരുന്നത്. അവളെ സ്കൂട്ടിയിൽ വരുന്നത് കണ്ടപ്പോൾ വിശാലിനൊരു കൂട്ടുകാരൻ പറഞ്ഞു, എടോ നോക്കടോ, നിനക്ക് പണി തരുന്നവളതേ വരുന്നു. അത് കേട്ടപ്പോൾ വിശാൽ അവളെ ഒന്ന് നോക്കി. ആ കൊള്ളാലോ, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. സാരിയൊക്കെ എടുത്തപ്പോൾ ഇത്രക്കധികം സൗന്ദര്യം ഇവൾക്കുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് അവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിശാലൊന്ന് പുച്ഛത്തോട് ചോദിച്ചു, ഓ ഇവളൊക്കെ എന്ത്? അന്നേരം കൂട്ടുകാരൻ അവനെ അങ്ങ് ഇളക്കി വിട്ടു. എടാ, നിന്നെ തേച്ചിട്ട് പോയവളല്ലേ അവള്, അവൾക്കിട്ടൊരു പണി കൊടുക്കേണ്ടേ, വേണമെങ്കിൽ വാടാ എന്ന് പറയും. അങ്ങനെ അവന്മാർ ബൈക്കെടുത്ത് നേരെ യമുനക്കൊപ്പം ചെന്ന് അവളുടെ സ്കൂട്ടിയിലങ്ങ് മുട്ടിയില്ല എന്ന മട്ടിലങ്ങ് വണ്ടി ഓടിക്കാൻ തുടങ്ങി. യമുനക്ക് ഭയങ്കര ടെൻഷനായി. ഇവന്മാർ തന്നെ വെറുതെ വിടില്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ മാക്സിമം വെട്ടിച്ചു പോവാൻ നോക്കിയെങ്കിലും അവന്മാർ വിട്ടില്ല. 2-3 ബൈക്കുകളായി വിശാലും കൂട്ടുകാരും ചേർന്ന് അവളെ വല്ലാതെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിങ്ങനെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് കൃത്യമായിട്ട് തന്നെ അങ്ങോട്ടേക്ക് നിവിൻ ബൈക്കിലെത്തുന്നത്. അവൻ വരുമ്പോഴേക്കും യമുന ഇവന്മാർ ശല്യം ചെയ്യുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ നിവിൻ വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴാണ് യമുനക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. നിവിനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും തോന്നി. നിവിനെ കണ്ടപ്പോൾ വിശാലും കൂട്ടുകാരും ആകെ ഒന്ന് ഭയന്ന് വണ്ടി നിർത്തി. നിവിൻ ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു. എന്താടാ കാര്യമെന്ന് അവൻ ചോദിച്ചു. വിശാലൊന്ന് പരിങ്ങി. എന്താ നിവിനേട്ടാ? എടാ, നീ എന്തിനാടാ ഇവിടെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? നിന്നോട് ഞാൻ മുൻപ് പറഞ്ഞതല്ലേ ഇവളെ പിന്നാലെ നടക്കരുതേന്ന്. പറഞ്ഞാൽ നിന്റെ തലയിൽ എന്താ കയറില്ലടാ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ നിവിൻ അവൻ്റെ കോളറിനങ്ങ് കയറി കുത്തിരി പിടിച്ചു. വിശാല് പേടിച്ചിട്ട്, നിവിനേട്ടാ കൈയെടുക്കുകയെന്നൊക്കെ പറയും. എന്ത് കൈയെടുക്കാനോ? നിനക്ക് കിട്ടിയതൊന്നും പോരടാ. നിനക്ക് ഈ പെൺകുട്ടികളെ ശല്യം ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ലേ? അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടതാ. നീ ചെയ്ത തെറ്റുള്ള ശിക്ഷ നിനക്ക് അന്ന് കിട്ടിയതല്ലേ? നീ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുവാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ ഇവളെ ശല്യപ്പെടുത്തി ഇവളുടെ പിന്നാലെ നടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ കൈയും കാലും ഞാനങ്ങ് തല്ലിയൊടിക്കും, കേട്ടല്ലോ. കോളേജിൽ പോവുകയാണെങ്കിൽ മര്യാദക്ക് പഠിക്കാൻ പോയേക്കണം, അല്ലാതെ പെൺകുട്ടികളുടെ പിന്നാലെ അങ്ങനെ നടക്കല്ലേ വേണ്ടത് എന്ന് നിവിൻ താക്കീത് നൽകി. ഇത് കേട്ടപ്പോൾ വിശാലിനാകെ പേടിയായി. ഇനിയും തല്ലി കിട്ടുമോ എന്ന ഭയത്തിൽ അവൻ കൂട്ടുകാരെയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് യമുന ഭയങ്കര ആരാധനയോടുകൂടെ നിവിനെ നോക്കി നിൽക്കുമായിരിക്കും. തനിക്ക് എന്ത് പ്രശ്നം വന്നാലും കൃത്യസമയത്തിന് നിവിൻ എത്തുന്നുണ്ടല്ലോ. തന്നോട് അത്രയധികം സ്നേഹം നിവിനേട്ടനുണ്ട് എന്നൊക്കെ അവൾ ചിന്തിച്ചു കൂട്ടി. അവൾ വല്ലാതെ തെറ്റിദ്ധരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിശാലിനെ തേച്ചിട്ട് നിവിനെ പ്രേമിക്കാമെന്നായി അവളുടെ ചിന്ത. നല്ല കാശുള്ള പയ്യനാ, അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ട കാര്യവുമില്ല. തന്നോട് അവന് ഭയങ്കര പ്രണയമാണ് എന്നൊക്കെ അവൾ വെറുതെ തെറ്റിദ്ധരിച്ചു. പിന്നീട് നിവിൻ അവളോട് പറഞ്ഞു, ഇനി പേടിക്കൊന്നും വേണ്ട യമുനെ, ധൈര്യമായിട്ട് കോളേജിലേക്ക് പോയിക്കോളൂ. എന്ത് പേടിയുണ്ടോ? എന്താ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല നിവിനേട്ടാ എന്ന് അവൾ പറഞ്ഞു. എങ്കിൽ പിന്നെ പോയിക്കോളാനും അവൻ പറയാണ്. അന്നേരം യമുനക്കൊരു ബുദ്ധി തോന്നി. എനിക്ക് പേടിയുണ്ട്, ഇനി എന്നെ എങ്ങാനും അവർ പിന്തുടർന്ന് വന്നാലോ? ഒരു കാര്യം ചെയ്യാം, ആ സ്കൂട്ടി അവിടെ വെച്ചിട്ട് ഞാൻ നിവിനേട്ടൻ്റെ കൂടെ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് കയറി വന്നോളാം. എന്നെ കോളേജിലേക്കൊന്ന് കൊണ്ടുവിടാമോ എന്ന് ചോദിക്കും. അവൾ അങ്ങനെ നിവിൻ്റെ വണ്ടിയിൽ കയറി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ നിവിൻ്റെ ബൈക്കിനങ്ങ് പിന്നിൽ കയറിയിരുന്നു. അവനോട് മുട്ടിയുരുമയെന്ന് യാത്ര തുടങ്ങി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അവനോട് കൂടുതൽ ചേർന്നിരുന്ന് തലയൊക്കെ അവൻ്റെ മുതുകിലേക്കങ്ങ് വെച്ച് ചേർത്ത് ഭയങ്കരമായി ആസ്വദിച്ചുകൊണ്ടായിരിക്കും അവൾ പോകുന്നത്. അവൾക്കത് വല്ലാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ കോളേജിലെത്തിയപ്പോൾ അവൾക്ക് നിവിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ നിവിൻ അവനോട് വീണ്ടും പറയണേ. ഇന്ന് അവളുടെ കോളേജ് ഡേ ആണ്. അതുകൊണ്ടാണോ ഇത്ര സുന്ദരിയായിട്ട് നീ വന്നിരിക്കുന്നത്? കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് നിവിൻ പറഞ്ഞു. ശരി നിവിനേട്ടാ എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് നേരെ അകത്തേക്ക് പോവാണ്. പക്ഷേ നിവിൻ്റെ മനസ്സിൽ ആ സമയത്ത് മുഴുവൻ കാവേരിയായിരുന്നു. അവൻ കാവേരിക്ക് വാങ്ങിച്ചു കൊടുത്ത ആ സാരി യമുന എടുത്തിരിക്കുന്നത് നിവിൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. നിവിനേട്ടനെ തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന ചിന്തയിലായിരുന്നു. എന്നാൽ യമുന തന്നെ രക്ഷിക്കാൻ കൃത്യസമയത്ത് എത്തിയത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊക്കെ അവൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ നിവിൻ കാവേരി ഫോൺ വിളിക്കണേ. കാവേരിയോടൊന്ന് സംസാരിക്കണം. എങ്ങനെ സംസാരിക്കണമെന്ന് അവനൊരു എത്തും പിടിയുമില്ലായിരുന്നു. കാവേരിയുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ തുറന്നു പറയണമെന്ന് അവനുണ്ട്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഉറപ്പായിട്ട് തന്നെ അതിനെതിർക്കും. അവനപ്പോൾ അതിനൊന്നും ഒരിക്കലും സമ്മതിക്കില്ല എന്നും അവർക്കറിയാം. അവരുടെ സമ്മതം വാങ്ങിച്ചിട്ട് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ അവൻ തീരുമാനിച്ചു. ഫോൺ എടുത്തപ്പോൾ കാവേരി ചോദിച്ചു, നിവിൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നുവല്ലേ? എന്ത് പറ്റിയ ആ സമയത്ത് വിളിച്ചത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങനെ സമയത്തൊന്നും വിളിക്കരുത് എന്ന്. അവൻ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വിളിച്ചതാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു എന്ന് അവൻ പറഞ്ഞു. അല്ല, കാവേരി ഫ്രീ ആണോ? ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചു. ഞാനൊന്നും വരുന്നില്ല. എൻ്റെ സ്കൂട്ടി യമുന കൊണ്ടുപോയിരിക്കുക. അതുമാത്രമല്ല, നമ്മൾ തമ്മിൽ ചുമ്മാ ഇടയ്ക്കിങ്ങനെ കാണുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ നിവിനെ. നിന്റെ അച്ഛനും അമ്മവും ഓരോന്നും പറഞ്ഞ് വെറുതെ വഴക്ക് പറയാൻ
വെറുതെ എന്തിനാ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ കാവേരി അങ്ങ് കോള് കട്ട് ചെയ്തു. നിവിന് ആകെപ്പാടെ വിഷമമായി. എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനോടും അമ്മയോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല എന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. ഇതേ സമയത്തിന് ഗംഗ വിനീതിൻ്റെ അടുത്തേക്ക് അവനുമായിട്ടുള്ള ചോറൊക്കെ ആയിട്ട് വരികയാണ്. അവിടെ ചെന്നപ്പോൾ വിനീതിന് നല്ല തിരക്കിട്ട ജോലിയായിരുന്നു. പിന്നീട് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച സമയത്തിന് ഗംഗ പോവാനായി ഇറങ്ങി. വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയാക്കാമെന്ന് വിനീത് പറഞ്ഞുവെങ്കിലും വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാമെന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. വീട്ടിലേക്ക് എത്തി ഗംഗയോട് കാവേരി പറഞ്ഞു, ഗംഗേച്ചി, എന്താണെങ്കിലും ഹോം സ്റ്റേ നമുക്ക് വീണ്ടും തുടങ്ങണമെന്നാണ് എൻ്റെ മനസ്സിൽ. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇത് കേട്ടപ്പോൾ ഗംഗ ചോദിച്ചു, അതിനമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. അമ്മയെ കൊണ്ട് സമ്മതിക്കണം. വീണ്ടും ഹോം സ്റ്റേ നടക്കുന്നത് തുടങ്ങണം. അല്ലാതെ പൈസ വേണ്ടേ? കാവേരി ചോദിച്ചു. ഗംഗക്കും അത് ശരിയാണെന്ന് തോന്നി. കാരണം ഈ തുച്ഛമായ വരുമാനത്തിൽ കുടുംബം മുന്നോട്ട് പോവില്ല. വിനീത് കടയിൽ തയ്യലിന് പോകുന്നുണ്ടെങ്കിലും അതിന് മാത്രം പൈസയൊന്നും കിട്ടുന്നില്ലല്ലോ. ഒടുവിൽ നമുക്ക് അമ്മയോടൊന്ന് സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഗംഗയും കാവേരിയും കൂടി ശാരദയുടെ അടുത്തേക്ക് ചെന്നു. അവരോട് ശാരദ ദേഷ്യപ്പെട്ട് പറഞ്ഞു, വേണ്ട, ഒന്നും വേണ്ട. ഹോം സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. ഇനി നിനക്കൊന്നും അടങ്ങിയിരിക്കാമേലേ? കാവേരി വിട്ടുകൊടുത്തില്ല. അമ്മേ, പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തുകൊണ്ട് അമ്മ ഇരിക്കുന്നത്? എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ? യമുനയുടെ പഠിപ്പും നിളയുടെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? അതിനൊക്കെയുള്ള പൈസ വേണ്ടേ? ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന മുത്തശ്ശി പറയുന്നുണ്ട്, ആ അത് ശരിയാണ് മോള് പറഞ്ഞത്. ഞാൻ നോക്കിയിട്ട് അത് നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. ഉടനെ തന്നെ ശാരദ കയർത്തു. എനിക്കത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. അല്ലതും അമ്മക്ക് ഇവരുടെ സ്വഭാവം ഇങ്ങനെ തന്നെയല്ലേ? ഇവരെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞെന്ന് കരുതി അതിന് സപ്പോർട്ട് അങ്ങ് അമ്മ അടിച്ചു നൽകും. രാധമ്മ തർക്കിച്ചു. അതെ, അതിന് അവർ എന്ത് പൊട്ടത്തരാ പറഞ്ഞത്? നല്ലൊരു കാര്യമല്ലേ അവർ പറഞ്ഞത്? പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത്? വേറെ രീതിയിലൊന്നുമല്ലല്ലോ. നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടല്ലേ അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാവേരിയും തറപ്പിച്ച് പറഞ്ഞു, എനിക്കൊന്നുകിൽ ജോലി വേണമെങ്കിൽ അല്ലെങ്കിൽ ഹോം സ്റ്റേയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ആദ്യം ശാരദാമ്മ സമ്മതിച്ചില്ല. ഒടുവിൽ എന്താന്ന് വെച്ചാൽ അത് പറയാൻ വേണ്ടിയിട്ടെങ്കിൽ ദേഷ്യപ്പെട്ട് അവരങ്ങോട്ടേക്ക് പോയി. ആ സമയത്തിന് കാവേരി ഗംഗയോട് പറഞ്ഞു, ഗംഗേച്ചിക്ക് എന്താണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. ഇനി ഇങ്ങനെ പോയിട്ടൊന്നും കാര്യമില്ല. കാവേരിയുടെ മനസ്സിൽ ചില തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. ഇതേ സമയം ജയപാലിൻ്റെ അടുത്തേക്ക് രാഗിണി ചെന്നിട്ട് സങ്കടത്തോട് പറയുന്നുണ്ട്, അച്ഛാ, നിവിനേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? ജയപാലൻ ചോദിച്ചു. എന്തോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എനിക്കത്ര നിവിനെ എത്ര താല്പര്യമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. വെറുതെ കല്യാണം നടത്തിയിട്ട് എൻ്റെ ജീവിതം വെറുതെ തല്ലിക്കെടുത്തേണ്ട കാര്യമുണ്ടോ? എൻ്റെ മോളെ, ഇപ്പോഴത്തെ പ്രായത്തിലെ ചെറുപ്പക്കാരിലെ കല്യാണം കഴിയുമ്പോൾ എല്ലാം അങ്ങ് ശരിയായിക്കോളും. അച്ഛൻ അവളെ ആശ്വസിപ്പിച്ചു. ഏയ്, അങ്ങനെ ശരിയാവുന്ന മട്ടൊന്നുമില്ല അച്ഛാ. നിവിനേട്ടൻ എന്നെ ഒന്ന് ഫോൺ പോലും ചെയ്യുന്നില്ല. ഞാനൊന്ന് ഫോൺ വിളിച്ചാൽ എടുക്കുന്നുമില്ല. കല്യാണ നിശ്ചയം കാര്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ വരുമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എങ്ങനെയാണ് ശരിയാവുന്നത്? എന്നെ ഇഷ്ടമില്ലാതെ പിന്നെ ഞാൻ അങ്ങനെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് കേട്ട് ജയബാലൻ മകളെ ആശ്വസിപ്പിച്ചു. മോളെ, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അന്യ വീട്ടിലേക്കൊന്നുമല്ലോ പറഞ്ഞു വിടുന്നത്, രാജേശ്വരിയുടെ രീതിയിലേക്കല്ലേ. അവൾ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും. ആ ഒരു കാര്യം, നിവിൻ്റെ കാര്യം ഓർത്തിട്ടൊന്നും നീ പേടിക്കണ്ട. പിന്നെ നിവിൻ്റെ കാര്യം, അവനെ എനിക്ക് വിട്ടേക്ക്. ഞാനൊക്കെ അവനെ നോക്കിക്കോളാമെന്ന് ജയബാലൻ രാഗിണിക്ക് അങ്ങ് ഉറപ്പ് കൊടുക്കുകയാണ്.